ലൈംഗിക പീഡന പരാതിയിൽ നിയമ നടപടിക്ക് ഒരുങ്ങി നടൻ നിവിൻ പോളി. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. അതേസമയം ലൈംഗിക അതിക്രമ കേസിൽ അലൻസിയറിനെതിരെ അന്വേഷണ സംഘം തുടർ നടപടി സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾ ബിനിൽ നൽകും. ബിനിൽ, നമസ്കാരം. നിവിൻ പോളി അതിശക്തമായി തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശം എന്താണ്? പരാതിക്കാരി ഈ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? ഗുഡ് മോർണിംഗ് മോത്തി. നിവിൻ പോളി ഇന്നലെ ഈ എഫ്ഐആറിൻ്റെ വിവരങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ മാധ്യമങ്ങളെ കണ്ട് തൻ്റെ ഭാഗം വിശദീകരിച്ചു കഴിഞ്ഞു. പതിവില്ലാത്ത വിധം നിവിൻ നേരിട്ട് വന്ന കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടായത്. നേരത്തെ പല നടന്മാർക്കുമെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അവരെ കണ്ടുകിട്ടുക പ്രയാസമായിരുന്നു. പക്ഷേ നിവിൻ പോളി ആത്മവിശ്വാസത്തോടു കൂടി തന്നെ വന്ന് തൻ്റെ ഭാഗം വിശദീകരിച്ചു. അവിടെയാണ് നിവിൻ ചില ചോദ്യങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കാരണം ഈ പരാതിപ്പെട്ട വ്യക്തിയെ തനിക്കറിയില്ല എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നിവിൻ പോളി വ്യക്തമാക്കുകയാണ്. പക്ഷേ അക്കാര്യങ്ങളിലെല്ലാം തന്നെ ഉറപ്പുവരുത്തേണ്ടത് ഇതിൽ എഫ്ഐആറിൽ അന്വേഷണം നടത്തിക്കൊണ്ട് തന്നെയാണ്. ഈ ദുബായിൽ വെച്ച് പീഡനം നടന്നുവെന്നാണ് ആരോപണം. അവിടെ രണ്ടിടത്ത് വെച്ച് പീഡനം നടന്നുവെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. പക്ഷേ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം എന്നത് ആദ്യഘട്ടത്തിൽ പോലീസിന് നൽകിയ പരാതിയിൽ ഉപദ്രവിച്ചു എന്നതാണ് ആ പരാതിയുടെ ഭാഗമായിട്ടുള്ളത്. പിന്നീടാണ് അതൊരു പീഡന പരാതിയായി മാറുന്നത്. അതാണ് ഈ പരാതിയിലെ കോൺട്രഡിക്ഷൻ എന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളൊക്കെ അന്വേഷിക്കാൻ തീരുമാനിച്ചതിന് ശേഷമാണ് വീണ്ടും ഇതിൽ പരാതി വരുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഊന്നുകൽ പോലീസ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇത്തരത്തിലൊരു സംഭവമേ നടന്നിട്ടില്ല, ഇത് കള്ളക്കേസാണ് എന്നതാണ് നിവിൻ പോളിയുടെ ആരോപണം. പക്ഷേ ആ ആരോപണം നിവിൻ പോളി ഉന്നയിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, തൻ്റെ പക്കൽ ഇത് ഇപ്പോൾ തെളിവുകളൊന്നും തൻ്റെ പക്കലില്ല, പക്ഷേ തനിക്ക് ആത്മവിശ്വാസമുണ്ട്, കാരണം ഇങ്ങനെ ഒന്നും തന്നെ നടന്നിട്ടില്ല. അതാണ് നിവിൻ എടുക്കുന്ന ഡിഫൻസ് എന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് നിവിൻ ഉന്നയിക്കുന്ന പരാതിയാണ്. ആ പരാതി പക്ഷേ ഈ എഫ്ഐആറിനൊപ്പം ചേർത്ത് അന്വേഷിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും നിവിൻ വേറൊരു പരാതി നൽകിയാൽ ആ പരാതി മറ്റൊരു കേസായി തന്നെ പോലീസ് പരിശോധിക്കുകയും ചെയ്യും, ഇതേ സംഘം തന്നെ അന്വേഷിക്കുകയും ചെയ്യും. ഇതിൽ ഇനി ഒരുപാട് വ്യക്തത വരാനുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ നൽകിയ പരാതിയിൽ ഉപദ്രവിച്ചു എന്ന് പറയുന്നു. പിന്നീട് അതിൽ മൊഴി നൽകിയ സമയത്ത് ഉപദ്രവിച്ചു എന്നതുകൊണ്ട് താൻ ഉദ്ദേശിച്ചത് പീഡനമാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി പറയുന്നു. എന്തായാലും ഇതിൽ വിശദമായ അന്വേഷണം ഉണ്ടാകും. SITക്ക് തന്നെ ഈ കേസ് കൈമാറും. അവരായിരിക്കും ഇതിൽ വിശദമായി കൂടുതൽ അന്വേഷണം നടത്തുക. കാരണം ഇതൊരു വിദേശ രാജ്യത്ത് വെച്ച് നടന്നിട്ടുള്ളൊരു ക്രൈമാണ്. അത് ഇവിടെ അതിൽ കുറ്റപത്രം നൽകുന്നതിന് നിയമ നടപടികൾക്കൊന്നും തന്നെ തടസ്സമില്ല. ഇതിന് സാങ്ഷൻ വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദുബായിലടക്കം വിശദമായ അന്വേഷണം ആവശ്യമായിട്ട് വരും. 1-2 പ്രതികളല്ല, 6 പ്രതികളാണ് ഈ കേസിലുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെയും ഭാഗങ്ങൾ പരിശോധിക്കേണ്ടി വരും. എന്തായാലും ഒരു വിശദമായ അന്വേഷണം വേണ്ട ഒരു കേസാണ് നിവിൻ പോളിക്കെതിരായ ആരോപണം. മോത്തി. ബിനിൽ, അലൻസിയറിനെതിരെ അന്വേഷണ സംഘം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നല്ലോ, അതെന്തായിരിക്കും? അലൻസിയറിനെതിരെ ചെങ്ങമനാട് പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തുടർ നടപടികൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരും. നേരത്തെ തന്നെ ഉയർന്നു വന്ന ഒരു ആരോപണമാണ്. ആ ആരോപണം ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെ വീണ്ടും ഉന്നയിക്കപ്പെടുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അലൻസിയറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അമ്മയ്ക്ക് മുന്നിൽ ഇതിനുമായി ബന്ധപ്പെട്ട പരാതികൾ വന്നിരുന്നതാണ്. ആ പരാതികളിൽ അന്ന് അമ്മ അനങ്ങിയില്ല എന്ന ആരോപണമുണ്ട്. ആ ആരോപണമുള്ള ഒരു കേസിലാണ് ഇപ്പോൾ അലൻസിയറിനെതിരെ എഫ്ഐആർ എടുത്തിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോവുക. അത് ഈ സംഭവ സ്ഥലം ഈ സംസ്ഥാനത്തിന് പുറത്താണ് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ അടക്കം വിശദമായ അന്വേഷണം ആവശ്യമായിട്ട് വരും. മോത്തി. ശരി ബിനിൽ.